ഹേ സിനിഫാൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ കേരള ക്രൈം ഫയൽസിനെ പറ്റിയാണ്. സിനിമ ഒരു സീരീസാണ്. ആദ്യം ഫസ്റ്റ് സീസൺ ഇറങ്ങി, വൻ ഹിറ്റായിരുന്നു. സെക്കൻഡ് സീസൺ ഇറങ്ങി, അതും ഹിറ്റായിരുന്നു. അപ്പോൾ അവരുടെ തേർഡ് സീസൺ അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നടക്കാൻ പോകണുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് മാത്രമാണിത്. അപ്പോൾ എന്തായാലും കിടിലൻ സീരീസ് തന്നെ ആവട്ടെ. കാരണം 3 സീരീസും, അതായത് 2 സീരീസും നൈസായിരുന്നു. അപ്പോൾ മൂന്നാമതും ഇനി എന്തായാലും ഗംഭീരം തന്നെ ആവട്ടെ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ കേരള ക്രൈം ഫയൽസ് പോലെ തന്നെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സീരീസ് തന്നെയാണ് 1000 ബേബീസ്. സീസൺ 1 നിർത്തിയിരിക്കണ കുറേ സസ്പെൻസും കുറേ എലമെൻറ്റ്സും ബാക്കി നിർത്തിയിട്ടാണ്. അപ്പോൾ സീസൺ 2ൻ്റെയും അനൗൺസ്മെൻറ്റ് ഇന്നലെ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സീസണിൻ്റെ അനൗൺസ്മെൻറ്റാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിടിലൻ തന്നെ ആവട്ടെ 2 സീരീസും. അപ്പോൾ നിങ്ങൾ ഈ 2 സീരീസിൻ്റെ ഫാൻസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് ടോക്സിക്. KGFന് ശേഷം നമ്മുടെ യാഷ് നായകനാകുന്ന സിനിമയാണ്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. റൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യാഷും ഗീതു മോഹൻദാസ് ഒന്നിച്ചാണ്. സിനിമ റിലീസ് ചെയ്യാൻ പോണത് അടുത്ത വർഷം 2026 19-നാണ്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ അങ്ങനെ 50 കോടി നേടിയിട്ടുണ്ട്. അപ്പോൾ 100 കോടി എത്തട്ടെ. ഇത് ഫസ്റ്റ് 100 കോടി തന്നെ ആവട്ടെ. അപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ മാസം ഡിസംബർ 5 റിലീസ് ചെയ്യാനിരുന്ന ചിത്രമായിരുന്നല്ലോ നമ്മുടെ ബാലയുടെ അഖണ്ഡ 2. അന്നേ ദിവസമാണ് മാറ്റിവെച്ചത്. ഇപ്പോൾ സിനിമയുടെ പുതിയ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ഡിസംബർ 12 സിനിമ റിലീസ് ചെയ്യാൻ പോണത്. ഡിസംബർ 11 സിനിമയ്ക്ക് കുറച്ച് പ്രീമിയർ ഷോസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.